To you all, today we are doing the next chapter. The next chapter is phonetics. Phonetics ready reckoner. Phonetics, Phonetics. Phonetics a ready reckoner. What is phonetics? Phonetics simply means the study and classification of speech sounds. The simple definition of phonetics is the study and classification of speech sounds. Speech soundsൻ്റെ നമ്മുടെ ഉച്ചാരണങ്ങളെക്കുറിച്ചുള്ള പഠനവും അവയുടെ തരംതിരിക്കലും phonetics എന്ന് പറയുന്നത്. Phonetics, or in other words we can say, using an elaborate way, we can say phonetics deals with the study of production, transmission and reception of speech sounds in human beings. Phonetics deals with the study of production, ulpadanam, transmission, vinimaya, and reception, സ്വീകരിക്കൽ. The act of receiving is reception. Act of receiving, reception of speech sounds in human beings. മനുഷ്യരിലെ സ്പീച്ച് സൗണ്ട്സിൻ്റെ ഉൽപാദനവും വിനിമയവും അവയെ സ്വീകരിക്കലുമാണ് ഫൊണറ്റിക്സ് എന്ന് പറയുന്ന ആ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. ലിംഗ്വിസ്റ്റിക്സിലെ ഫൊണറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രം, ഭാഷാശാസ്ത്രത്തിലെ ഫൊണറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്, ആ മേഖല പ്രതിപാദിക്കുന്നത് സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫൊണറ്റിക്സ്. എ റെഡി റെക്കണർ. Reckoner means a table designed to assist with the calculations. A table made to assist with the calculations. കണക്കൂട്ടലുകളെ സഹായിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ടേബിൾ, ആ പട്ടികയ്ക്കാണ് റെക്കണർ എന്ന് പറയുന്നത്. റെക്കണർ മീൻസ് എ ടേബിൾ ഡിസൈൻഡ് ടു അസിസ്റ്റ് വിത്ത് കാൽക്കുലേഷൻസ്. ഇവിടെ ഫൊണറ്റിക്സ് പഠിക്കാൻ സഹായിക്കുന്ന ഒരു ടേബിളായിട്ടാണ് പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫൊണറ്റിക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ക്ലാസ്സിലും PG ക്ലാസ്സിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു പേപ്പറാണ്. നമ്മളിവിടെ ഒരു ചാപ്റ്ററായിട്ട് പഠിക്കുന്നു. വി ഓൺലി ലേൺ ഇറ്റ് ആസ് എ സിമ്പിൾ, എ സില്ലി ചാപ്റ്റർ. ഒരു ചെറിയൊരു ചാപ്റ്ററായിട്ട് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എ റെഡി റെക്കണർ എന്ന പേരിട്ടിരിക്കുന്നത്. ഫൊണറ്റിക്സ് എ റെഡി റെക്കണർ. എ റെഡി റെക്കണർ എന്ന് പേരിട്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഫൊണറ്റിക്സ് എ റെഡി റെക്കണർ. So let us begin. First of all, introduction or preface. Introduction, ആമുഖം. എന്താണ്? India hold a unique position among the other nations owing to its multicultural and multilingual aspects. India holds or Indians hold or India holds a unique position. Unique means unparalleled, which has no parallel or which has no equal. സാമ്യമില്ലാത്ത, അതാണ് അതുല്യമായ, അതിനാണ് യുണീക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻസ് ഹോൾഡ് എ യുണീക്ക് പൊസിഷൻ. ഒരു അതുല്യമായ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏത് കാര്യത്തിൽ? മൾട്ടി കൾച്ചറൽ. So in our different states there are various cultures people practice, people follow various cultures. നമ്മുടെ 28 സംസ്ഥാനങ്ങളിലെ ആളുകൾ വിവിധതരം കൾച്ചറാണല്ലോ അനുവർത്തിച്ചു പോരുന്നത്. പലതരം സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആൻഡ് ഓൾസോ multilingual aspects. Multilingual aspects means people speak, people use various languages in our country. അമേരിക്ക, ഇംഗ്ലണ്ട് അവരൊക്കെയാണെന്ന് ഇംഗ്ലീഷാണ് അവർ ഉപയോഗിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഒരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഏതാണ്ട് മദർ ടങ്ങായിട്ട് തന്നെ ഏതാണ്ട് 8000-ലധികം ലാംഗ്വേജസ്. ഇന്ത്യൻസ് യൂസ് മോർ ദാൻ 8000 ലാംഗ്വേജസ് ആസ് മദർ ടങ്സ്. മാതൃഭാഷയായിട്ട് തന്നെ ഏതാണ്ട് 8000-ലധികം ലാംഗ്വേജസ് ഉപയോഗിക്കുന്നു.
നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8th ഷെഡ്യൂൾ പ്രകാരം, 8ാം പട്ടിക പ്രകാരം നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജായി അംഗീകരിച്ചിട്ടുള്ള 22 ലാംഗ്വേജസ് ഉണ്ട്. ആസ് പെർ ദി 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, 22 ലാംഗ്വേജസ് ഹാവ് ബീൻ അപ്രൂവ്ഡ് ഓഫ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ബിസൈഡ്സ് ഇംഗ്ലീഷ്. അതുകൂടാതെ തന്നെ ഇംഗ്ലീഷ് സ്റ്റിൽ കണ്ടിന്യൂസ് ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇന്ത്യയിലെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇന്നും ഇംഗ്ലീഷ് തുടരുന്നു. അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിലെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ പ്രകാരം, 8ാം പട്ടിക പ്രകാരം 22 ലാംഗ്വേജസിനെ നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് കരുതുന്നുണ്ട്. സോ വിച്ചാർത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആസാമീസ് ഉണ്ട്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി, കന്നഡ, കൊങ്കണി, നമ്മുടെ മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, നമ്മുടെ എല്ലാ ലാംഗ്വേജസിൻ്റെയും മദറായ സാൻസ്ക്രിറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ്, സിന്ധി, തമിഴ്, തെലുഗു, ഉറുദു, ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി, ഇങ്ങനെ 22 ലാംഗ്വേജസ് have been approved as official languages as per the 8th schedule of Indian Constitution. അപ്പം ഇത്രയധികം ലാംഗ്വേജസ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ we are having a multilingualism or we have a multilingual aspect. So India has a unique position among other nations owing to the multicultural and multilingual aspects. We are having various cultures in various states of our country, as well as we speak and we use many languages all over the country. We have more than 8,000 languages used as mother tongues, as well as 22 languages have been approved as official languages of India as per the 8th schedule of Indian Constitution. അങ്ങനെ വരുമ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രത്യേകത, നമുക്ക് പല സംസ്കാരങ്ങളുണ്ട്, പല ലാംഗ്വേജസ് ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ടാണല്ലോ വി ഹാവ് എ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. അവർ കൺട്രി ഹാസ് എ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം ഉള്ള രാജ്യമാണല്ലോ ഇന്ത്യ. പലതരം സംസ്കാരങ്ങളുണ്ട്, പലതരം ലാംഗ്വേജസ് ഉണ്ട്, എന്നാലും നമ്മൾ ഒരുമയോടെ വർത്തിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വി ആർ ഹാവിങ് എ സെൻസ് ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അല്ലേ? Though we are proud of this distinctive nature, although we are extremely proud of this distinctive nature of using various languages or multi-language system, at times, occasionally, vallapozhum, at times we find it very difficult when it comes to interstate communication. But we find it certainly difficult in the case of interstate communication. നമ്മളിങ്ങനെ വൈവിധ്യങ്ങളിൽ, ഭാഷയുടെ കാര്യത്തിലായാലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ വൈവിധ്യങ്ങളിൽ ഊറ്റം കൊള്ളുന്നു. വി ആർ എക്സ്ട്രീംലി പ്രൗഡ് ഓഫ് ദി ഡൈവേഴ്സിറ്റി ഇൻ കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. അങ്ങനെയാണെങ്കിൽ പോലും അറ്റ് ടൈംസ് വി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർസ്റ്റേറ്റ്. ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാന അന്തര കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനുള്ളിൽ, ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന അന്തര എന്ന് പറഞ്ഞാൽ വിവിധ തരം സംസ്ഥാനങ്ങളിൽ. ഇൻ്റർസ്റ്റേറ്റ് ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ അന്തർ സംസ്ഥാന ബസ് സർവീസാണ്, അന്തർ സംസ്ഥാനം. ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത്, അപ്പോൾ നേരത്തെ ഇൻ്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലും പഠിച്ചതും മറന്നോ? ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ സോ വി ആർ ഫേസിങ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് വെൻ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ പീപ്പിൾ ഓഫ് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളുമായി ആശയവിനിമയം ചെയ്യേണ്ടി വരുമ്പോൾ, ഇൻ്റർ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷന് വരുമ്പോൾ വി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് വളരെ പ്രയാസം അനുഭവപ്പെടുന്നു.
For example, a Malayali student from Kerala would have a tough time in Delhi or Pune if he or she is not a practitioner of Hindi. A Malayali student from Kerala would have a tough time in Delhi or Pune if he or she is not a practitioner of Hindi. ഹിന്ദി പ്രാക്ടീസ് ചെയ്യാത്ത, ഹിന്ദി അറിഞ്ഞുകൂടാത്ത ഒരു മലയാളി വിദ്യാർത്ഥി ഡൽഹിയിലോ പൂനെയിലോ പോയാൽ തീർച്ചയായിട്ടും ഹി ഓർ ഷീ വിൽ ബി ഹാവിങ് എ ടഫ് ടൈം. വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്നുള്ളൊരു ഉറപ്പാണ്. ആശയവിനിമയത്തിനായി വളരെയധികം ബുദ്ധിമുട്ടും. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അവിടെ ഡൽഹിയിലെ നിവാസികൾക്ക് മനസ്സിലാവത്തില്ല, മഹാരാഷ്ട്രയിലെ ആളുകൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം നമുക്ക് അന്തർ സംസ്ഥാന വിനിമയവുമായി, അന്തർ സംസ്ഥാന കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നു. വി ആർ ഫേസിങ് സച്ച് എ ഡിഫിക്കൽറ്റി വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ഓർ കോൺവെർസേഷൻ. അപ്പോൾ അങ്ങനെ വളരെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, എ മലയാളി സ്റ്റുഡൻറ്റ് ഫ്രം കേരള വുഡ് ഹാവ് എ ടഫ് ടൈം, മീൻസ് വിൽ ഫൈൻഡ് എ വെരി ഗ്രേറ്റ് ഡിഫിക്കൽറ്റി, ടഫ് ടൈം ഇൻ ഡൽഹി ഓർ പൂനെ if he or she is not a practitioner of Hindi. Learning Hindi might help a little in northern states. എന്നാൽ പിന്നെ ഹിന്ദി പഠിച്ചളയെന്ന് ചോദിച്ചാൽ ലേണിംഗ് ഹിന്ദി, പ്രാക്ടീസിങ് ഹിന്ദി വിൽ ഹെൽപ്പ് എ ലിറ്റിൽ ബിറ്റ് ഇൻ ദി നോർത്തേൺ സ്റ്റേറ്റ്സ്. ലേണിംഗ് ഹിന്ദി മൈറ്റ് ഹെൽപ്പ് എ ലിറ്റിൽ ഇൻ ദി നോർത്തേൺ സ്റ്റേറ്റ്സ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയാൽ ഹിന്ദി പഠിച്ചിരുന്നാൽ ഹിന്ദി അറിയാമെങ്കിൽ പ്രയോജനമുണ്ട്. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഓഫ് മച്ച് എയ്ഡ്. ഹിന്ദി വിൽ നെവർ കം ടു മച്ച് എയ്ഡ് ഇൻ മെനി അതർ സ്റ്റേറ്റ്സ് ആൻഡ് ഇഫ് യു ആർ ട്രാവലിംഗ് എബ്രോഡ്. നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഹിന്ദി പഠിച്ചതുകൊണ്ട് വലിയ പ്രയോജനം കാണുന്നില്ല, ഹിന്ദി മാത്രം അറിയാവുന്നതുകൊണ്ട് വലിയ പ്രയോജനം കാണുന്നില്ല. അപ്പോൾ ഹിന്ദി പഠിച്ചാൽ നമുക്ക് വടക്കൻ സംസ്ഥാനങ്ങളിൽ പോയാൽ, നോർത്തേൺ സ്റ്റേറ്റ്സിൽ പോയാൽ പിടിച്ചു നിൽക്കാമെന്നല്ലാതെ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. ഇറ്റ് ഡസ് നോട്ട് കം ടു ഗ്രേറ്റ് എയ്ഡ് വെൻ വി കം ടു ദി സദേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഓർ ഇഫ് വി ആർ ട്രാവലിംഗ് എബ്രോഡ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിലും തെക്കൻ സംസ്ഥാനങ്ങളുമായുള്ള വിനിമയത്തിലും നമുക്ക് വലിയ സഹായം ഹിന്ദി പഠനം സഹായിക്കുന്നില്ല. ആ ഹിന്ദിയിലുള്ള പ്രൊവിഷ്യൻസി നമ്മളെ സഹായിക്കുന്നില്ല. So, learning Hindi might help a little in northern states, but it is not of much aid in many other states. And if you are traveling abroad, abroad-ൻ്റെ മുമ്പിൽ പ്രപ്പോസിഷൻ ഒന്നും വേണ്ട. എബ്രോഡ് എന്ന് പറഞ്ഞാൽ ടു ഓർ ഇൻ എ ഫോറിൻ കൺട്രി എന്നാണ്, അല്ലാതെ ട്രാവലിംഗ് ഇൻ എബ്രോഡെന്നോ ട്രാവലിംഗ് ടു എബ്രോഡെന്നോ പറയണ്ട. ആ ഇന്നും ടു ഒക്കെ അതിൽ അന്തർലീനമാണ് എബ്രോഡ്. പ്രത്യേകം ഓർമ്മ സൂക്ഷിക്കണം. പ്രപ്പോസിഷൻ്റെ കാര്യത്തിൽ നമ്മളത് പഠിക്കും. ഇംഗ്ലീഷ് ആസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, ദോ ആൻ ആഫ്റ്റർ മാത്ത് ഓഫ് ദി ബ്രിട്ടീഷ് കൊളോണിയൽ ഇറ, comes here as a blessing in disguise, bridging this gap between people by providing a common platform for people to communicate or converse. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ പോയാലും പിടിച്ചു നിൽക്കണമെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇംഗ്ലീഷ് ആസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. ലോകത്ത് എവിടെ പോയാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാമല്ലോ, ജോലി സമ്പാദിക്കാൻ സാധിക്കുമല്ലോ. സോ ഇംഗ്ലീഷ് ഈസ് ഓഫ് കോഴ്സ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. സോ ഇംഗ്ലീഷ് ആസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, ദോ ആൻ ആഫ്റ്റർമാത്ത് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ ഇറ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഏതോ ഒരു സരസൻ പറഞ്ഞു, ബ്രിട്ടീഷ് ഭരണം എന്ന് പറഞ്ഞാൽ പാലാഴി മഥനം ചെയ്തപ്പോൾ കാളകൂടെ വിഷവും കിട്ടി, പിന്നെ അതുപോലെ ലക്ഷ്മി ദേവിയും ലഭിച്ചു എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ഒരു ദൂഷ്യവശം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണമാണ്. അതേസമയത്ത് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഏതാണ്? ആ ലാംഗ്വേജ്, ഇൻ്റർനാഷണൽ ലാംഗ്വേജ് നമുക്ക് തന്നു എന്നുള്ളതാണ് വൺ ഓഫ് ദി ബ്ലെസ്സിങ്സ് ഓഫ് ദി ബ്രിട്ടീഷ് രാജ് ഓർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിൻ്റെ ബ്ലെസ്സിങ്സിൽ ഒന്ന് അതാണ്. സോ ഇംഗ്ലീഷ് ആസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, ദോ ആൻ ആഫ്റ്റർമാത്ത് മീൻസ് ആഫ്റ്റർ റിസൾട്ട് ഓർ കോൺസിക്വൻസ്. ഒരു പരിണിത ഫലമാണ് ഇംഗ്ലീഷ്. ഏതിൻ്റെ പരിണിത ഫലം?
It is an aftermath or consequence or after effect of the British colonial era. 250 വർഷക്കാലം നമ്മുടെ മണ്ണിൽ സാമ്രാജ്യത്ത് കൊളോണിയൽ വാഴ്ച നടത്തിയ ബ്രിട്ടീഷുകാരുടെ അവരുടെ ഒരു ആ ഒരു ഇറയുടെ ഒരു അനന്തര ഫലമാണ് ഇംഗ്ലീഷ് ഇന്നിവിടെ നിലനിൽക്കുന്നത്, സംശയമില്ലല്ലോ. So that international language or the language gifted us to by the Britishers comes here as a blessing in disguise. It comes here as a blessing in disguise, bridging this gap. ഈ ഒരു ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. എങ്ങനെ? ആസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം പോലെ. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ ബ്രിട്ടീഷുകാർ കൊണ്ടു തന്ന നമുക്ക് നൽകിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് കംസ് ആസ് എ ബ്രിഡ്ജിങ്, comes as bridging this gap between people by giving a common platform for people to converse or communicate. അപ്പോൾ ആളുകൾക്ക്, ലോകത്തെമ്പാടുള്ള ആളുകൾക്ക് ഒരു പൊതുവായ പ്ലാറ്റ്ഫോം, അവർക്ക് സംവദിക്കാൻ, ആശയവിനിമയം ചെയ്യാനുള്ളൊരു പൊതുവായ പ്ലാറ്റ്ഫോം നൽകുന്നത് ഈ ഉർവശി ശാപം ഉപകാരം പോലെ വന്ന ഇംഗ്ലീഷ് ലാംഗ്വേജാണ്, ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ്. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ പതറി നിൽക്കുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുടനീളം പോകുമ്പോൾ നമ്മൾ പതറേണ്ട കാര്യമില്ല. ഇഫ് യു ഹാവ് എ നോളജ്, ഇഫ് യു ഹാവ് എ മാസ്റ്ററി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്പം പ്രാവീണ്യം ഉണ്ടെങ്കിൽ പതറേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം എന്താ? സോ ഹിയർ ഇംഗ്ലീഷ് ആസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, ദോ ആൻ ആഫ്റ്റർമാത്ത് ഓഫ് ദി British colonial era, comes here as a blessing in disguise, bridging this gap between people by providing a common platform for people to converse or communicate. ആളുകൾക്ക് ഒരു പൊതുവായ ഒരു പ്ലാറ്റ്ഫോം നൽകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. ഇതിനു വേണ്ടി ആശയവിനിമയം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇംഗ്ലീഷ്, ഇഫ് യു നോ ഇംഗ്ലീഷ്, വി ക്യാൻ ഗോ എനിവെയർ or we can cope with any type of people if we have a little bit of English. അല്പം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോയി നിന്ന് പിഴയ്ക്കാം, അല്ലേ? അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞ പോലെ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8ാം പട്ടികപ്രകാരം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഈസ് ഇൻ ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. കോടതികളിലെയും മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ഇന്നും ഒഫീഷ്യൽ ലാംഗ്വേജായി ഇംഗ്ലീഷ് തുടരുന്നു. സോ ഇന്ത്യ ഹാസ് ഇംഗ്ലീഷ് ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് or English in India continues to be an official language, and different states in India follow. പുസ്തകത്തിൽ ഫോളോസ് എന്നൊക്കെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്, ഫോളോ എന്ന് മതി. ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഫോളോ ഇംഗ്ലീഷ് ആസ് ദെയർ സെക്കൻഡ് ആൻഡ് തേർഡ് ലാംഗ്വേജ്. പല സംസ്ഥാനങ്ങളിലെയും ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മദർ ടങ് ആണ്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു. ചില സംസ്ഥാനങ്ങളിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി പഠിപ്പിക്കുന്ന, രാഷ്ട്രഭാഷയായ ഹിന്ദി പഠിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെ തേർഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഇപ്പം എങ്ങനെയായാലും സോ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഫോളോ ഇംഗ്ലീഷ് ആസ് ദെയർ സെക്കൻഡ് ഓർ തേർഡ് ലാംഗ്വേജ്. So many states in India still follow English as their second or third language. Many Indian courts still follow English as their official language. Indian courts follow. ഇന്ത്യയിലെ കോടതികളിലെ ലാംഗ്വേജ്, നമ്മുടെ കേരളത്തിലെ കോടതികളിൽ പോലും ഇപ്പോഴും ഇംഗ്ലീഷാണ്. So many Indian courts in India follow English as their official language. Moreover, language is an inevitable part of human communication. ലാംഗ്വേജിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. ലാംഗ്വേജ് ഈസ് ആൻ ഇനെവിറ്റബിൾ, ഇൻഡിസ്പെൻസബിൾ ഓർ അൺഅവോയ്ഡബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് ലാംഗ്വേജ്. അല്ലാതെ ജസ്റ്റേഴ്സോ ബോഡി ലാംഗ്വേജോ ഉപയോഗിച്ച് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ലാംഗ്വേജ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട്, ഇൻഡിസ്പെൻസിബിൾ പാർട്ട്
ഇനവിറ്റബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ സുപ്രധാനമായ ഭാഗങ്ങളിലൊന്നാണ്, എലിമെൻസിലൊന്നാണ് ലാംഗ്വേജ്. ആൻഡ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് has eased means facilitated the communicative perspective of Indians as it has high global reach. English as a language has eased, facilitated the communicative perspectives, communicative aspects of Indians due to its high global reach. ലോകത്തുടനീളം ഉപയോഗിക്കപ്പെടുന്ന ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണല്ലോ ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പഠനം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. അതൊരു അനുഗ്രഹമാണ്. ബിക്കോസ് we can be successful in every nook and corner of the world if we have a master in English. ഇംഗ്ലീഷിൽ നമുക്ക് പ്രാവീണ്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഹാസ് എ ഗ്ലോബൽ റീച്ച്. ഇംഗ്ലീഷ് ഹാസ് ബീൻ ദർ ഇൻ എവരി nook and corner of the world. So as a language it has eased our communicative perspective. ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ നമ്മുടെ ആ കമ്മ്യൂണിക്കേറ്റീവ് വീക്ഷണം അതിനെ അനായാസപ്പെടുത്തിയിരിക്കുന്നു, ലളിതമാക്കിയിരിക്കുന്നു, എളുപ്പമാക്കിയിരിക്കുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആൻഡ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഹാസ് ഈസ്ഡ് ദി കമ്മ്യൂണിക്കേറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് Indians owing to its global reach. Global reach means reaching everywhere in the globe. The language being used everywhere in the globe, everywhere in the world. Then standard English. What is standard English? നമ്മൾ പറയാറുണ്ടല്ലോ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, യു ഷുഡ് സ്പീക്ക് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന് ഇംഗ്ലണ്ടിൽ വേറൊരു പേരുകൂടിയുണ്ട്, RP. RP മീൻസ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ. റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ RP. ദാറ്റ് ഈസ് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. വേറെയും പേരുണ്ട് BBC ഇംഗ്ലീഷ്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഓർ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ഓർ BBC ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രോഡ്കാസ്റ്റിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജും അതാണ്, ആ ഒരു ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ് BBC ഇംഗ്ലീഷ് എന്ന് അറിയപ്പെടുന്നത്. എവർ സിൻസ് ഇംഗ്ലീഷ് ഹാസ് അക്വയർഡ് ദി സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, എവർ സിൻസ് ഇംഗ്ലീഷ് ഹാസ് അക്വയർഡ് ദി status of an international language, standardization of the dialect means language variant, ഭാഷാഭേദം. Dialect has come into a problem. Ever since English has acquired the status of an international language, ഇംഗ്ലീഷിന് അന്തർദേശീയ പദവി, അന്തർദേശീയ ലാംഗ്വേജ് എന്ന, അന്തർദേശീയ ഭാഷ എന്ന പദവി ലഭിച്ചതിന് ശേഷം ഈ ഭാഷാഭേദങ്ങളിൽ വെച്ച് പലതരം ഉച്ചാരണങ്ങൾ, പലതരം രീതിയിൽ സംസാരിക്കുന്ന ഭാഷാഭേദങ്ങളിൽ വെച്ച് നല്ല ഒരു ഉച്ചാരണ ശൈലി, ഒരു നല്ല ഒരു ഇംഗ്ലീഷിൻ്റെ ഉപയോഗം അത് കണ്ടെത്തേണ്ട ആവശ്യകതയുണ്ടായി. ഇതാണ് ഒരു നല്ല ഒരു ഇംഗ്ലീഷ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ പലതരം മലയാളങ്ങളുണ്ടല്ലോ. എന്തരടെ അപ്പി വെള്ളങ്ങളൊക്കെ കുടിച്ച എന്ന് ചോദിക്കുന്നത് തിരുവനന്തപുരം ലാംഗ്വേജ്, എന്തുട്ടാ കന്നാലി നീ കാട്ടണേ എന്ന് ചോദിക്കുന്ന തൃശ്ശൂർ സ്ലാങ്, പിന്നെ മലബാർ ഭാഗത്തെ സ്ലാങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്, അങ്ങനെ ഒരു സ്ലാങ്. അപ്പോൾ ഇതിൽ വെച്ച് നമ്മുടെ കോട്ടയം ലാംഗ്വേജാണ് നല്ല ലാംഗ്വേജ് എന്നാണ് പൊതുവേ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പം അതേപോലെ ഇംഗ്ലീഷിലത് എവിടുത്തെ ഏത് ഭാഷാഭേദമാണ്, ഏത് ഡയലക്റ്റാണ് നല്ല ലാംഗ്വേജ്, ഏത് ഡയലക്റ്റിനെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജായി പരിഗണിക്കാമെന്ന് ഭാഷാ പണ്ഡിതന്മാരിങ്ങനെ റിസർച്ച് ചെയ്തു. ആ റിസർച്ചിൻ്റെ ഫലം എന്തായിരുന്നു?
ഒരുപാട് വേരിയൻസ്, there were a lot of variants of English language spoken in different areas of England and other nearby countries. വെയിൽസിലും സ്കോട്ട്ലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഈ പല രീതിയിലുള്ള സ്കോട്ടിഷ് ഇംഗ്ലീഷ് വേറൊരു ശൈലിയാണ്. പലതരം ഇംഗ്ലീഷ് ലാംഗ്വേജസ് അതിന് പല വേരിയൻസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. സോ വിത്തിൻ ഇംഗ്ലണ്ട് there remains a variety of accents. Within England there remains a variety of accents, variety of pronunciation styles, accents. Within England there remains a variety of pronunciations and accents. Among one dialect has gained a social status. ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞാൽ പലതരം ഉച്ചാരണ ശൈലിയും ആക്സെൻറ്റും ലാംഗ്വേജ് ഉപയോഗിക്കുന്ന രീതികളും പലതരമുണ്ട്, പല വേരിയൻസ് ഉണ്ട്. ആ പല വേരിയൻസിൽ പല വെറൈറ്റീസിൽ ഒരു വെറൈറ്റിക്ക് ഒരു വേരിയൻറ്റിന് ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ലഭിച്ചു. വിത്തിൻ ഇംഗ്ലണ്ട് there are a variety of accents and pronunciations. There are various, there is of course a variety of accents and pronunciations. Among these different pronunciations and accents, among which one dialect or one language variant has gained social status. അതിലെ ഒരു ഭാഷാഭേദത്തിനാണ് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനാണ് ഒരു സാമൂഹ്യ പദവി സിദ്ധിച്ചത്. അതേതായിരുന്നു? അത് വേറൊന്നുമല്ല, ദി ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ദി എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ് ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് belonging to the East Midland region. The English spoken by the educated speakers of Oxford and Cambridge belonging to the East Midland region achieved a social status and was recognized as standard English. So this was reckoned to be standard English. What? The English spoken by the educated speakers of Oxford and Cambridge. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഏറ്റവും പഴക്കമേറിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിറങ്ങിയ ആളുകൾ സംസാരിച്ചിരുന്ന ഇംഗ്ലീഷ്, പ്രത്യേകിച്ചും ഏത് പ്രദേശത്തുള്ള ആളുകൾ? ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയൻ. ഈ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഡേബിഷെയർ, ലൈസൻസർഷെയർ, ലൈസൻസൻഷെയർ, നോർത്താംപ്ടൺഷെയർ, നോട്ടിംഗ്ഹാംഷെയർ, അങ്ങനെ കുറേ ഷെയറുകളുള്ള പ്രദേശങ്ങളാണ് ഈ ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയൻ എന്ന് പറയുന്നത്. സോ ദീസ് ഏരിയാസ് ഓക്യുപ്പൈ ദ ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയൻ. ഇപ്പോൾ ഡേബിഷെയറിലും ലൈസൻസർഷെയറിലും നോർത്താംപ്ടൺഷെയറിലും നോട്ടിംഗ്ഹാംഷെയറിലും ഒക്കെ ഉള്ള ആളുകൾ, അതും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജിന് ഒരു പൊതുവായ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ലഭ്യമായി. സച്ച് സ്പോക്കൺ ലാംഗ്വേജ് വാസ് കൺസിഡേർഡ് ടു ബി ഹാവിങ് എ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇറ്റ് ഹാസ് എ സോഷ്യൽ സ്റ്റാറ്റസ്. ദ ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ the educated speakers of Oxford and Cambridge belonging to the East Midland region achieved a social status and was recognized as standard English in Britain. And this language, the English language, is spoken in the East Midland areas, especially spoken by the educated speakers from Oxford and Cambridge universities, was recognized or considered or regarded as standard English in Britain. Standard English in Britain. അതിനെയാണ് ബ്രിട്ടനിലെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായി കരുതപ്പെട്ടത്. ഏതിനെ? എവിടുത്തെ ലാംഗ്വേജ്? ഈ ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയണിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളുകൾ സംസാരിച്ചിരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിനെയാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായിട്ട്, ആ ഒരു ലാംഗ്വേജ് വേരിയൻറ്റിനെയാണ്, ഒരു പ്രത്യേക ഉച്ചാരണമുള്ള അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ആക്സെൻറ്റോടെ സംസാരിക്കുന്ന ആ ഒരു
ഇംഗ്ലീഷ് വേരിയൻറ്റിനെയാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായി കരുതിയത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RP ആയി ഗണിക്കപ്പെട്ടത്. റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ ആയി. റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ വൈഡ്ലി സ്പോക്കൺ, വൈഡ്ലി യൂസ്ഡ് എന്നുള്ള മീനിങ് ആണ് റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ. അത് നൽകിയത് ഡാനിയൽ ജോൺസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫോണറ്റീഷ്യനാണ്. അദ്ദേഹം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഫോണറ്റിക്സിൻ്റെ പ്രൊഫസറായിരുന്നു ഡാനിയൽ ജോൺസ്. ഇംഗ്ലീഷ് പ്രൊനൗൺസിങ് ഡിക്ഷണറി, ഇംഗ്ലീഷ് ഉച്ചാരണങ്ങളുടെ ഒരു ഡിക്ഷണറി തയ്യാറാക്കിയിട്ടുള്ള മനുഷ്യനാണ് ഡാനിയൽ ജോൺസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഫോണറ്റീഷ്യൻ. അദ്ദേഹമാണ് RP എന്നുള്ള പേര് കൊടുത്തത്, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നുള്ള പേര് കൊടുത്തത്. So this accent of English spoken by the people belonging to the East Midland region is referred to as received pronunciation. This accent is referred to as received pronunciation. That is the short form of RP is the short form of RP is the short form or the abbreviated form of received pronunciation. RP received pronunciation. ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും ദി ഫുൾ ഫോം ഓഫ് RP റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ. അല്ലാതെ നിങ്ങൾ RIP എന്നൊന്നും കരുതി എഴുതരുത്, റിസീവ്ഡ് പ്രൊണൗൺസിയേഷനാണ്. ഡാനിയൽ ജോൺസ് നേരത്തെ പറഞ്ഞാണല്ലോ ബ്രിട്ടീഷ് ഫൊണറ്റീഷ്യനാണ് ഡാനിയൽ ജോൺസ്. ഡാനിയൽ ജോൺസ് ബ്രിട്ടീഷ് ഫൊണറ്റീഷ്യൻ. ഹി വാസ് ദി പ്രൊഫസർ ഓഫ് ഫൊണറ്റിക്സ് അറ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞതാണ്. Daniel Jones describes this pronunciation as very usually heard. This pronunciation as very usually heard in everyday speech in the families of southern England whose people have been educated in public schools. Daniel Jones, the British phonetician, describes this pronunciation, this standard English pronunciation or this received pronunciation as very usually heard in everyday speech in the families of the southern England, in the families of the southern England whose people have been educated in public schools. പബ്ലിക് സ്കൂൾസിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളുകൾ, ഇംഗ്ലണ്ടിലെ പബ്ലിക് സ്കൂൾസ്, താമസ സൗകര്യം ഉണ്ടായിരുന്ന റെസിഡൻഷ്യൽ സ്കൂൾസ് ആയിരുന്നു പബ്ലിക് സ്കൂൾസ്. ഈറ്റൺ, ഹാരോ പോലുള്ള പബ്ലിക് സ്കൂൾസ്. അപ്പം അങ്ങനെയുള്ള പബ്ലിക് സ്കൂൾസിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളുകൾ സതേൺ റീജിയണിൽ അല്ലെങ്കിൽ സതേൺ ഇംഗ്ലണ്ടിൽ സംസാരിച്ചിരുന്ന ആ ആക്സെൻറ്റ്, അതാണ് ഈ RP അല്ലെങ്കിൽ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആരുടെ അഭിപ്രായത്തിൽ? ഡാനിയൽ ജോൺസിൻ്റെ അഭിപ്രായത്തിൽ. He says further that he used the term RP for want of a better name, for want of a better term, for want of a better word, and that by it he meant only widely understood pronunciation. And he further said that Daniel Jones further said that he used the word RP എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്താ? ഫോർ വാണ്ട് ഓഫ് എ ബെറ്റർ ടൈം, ഫോർ ലാക്കിംഗ്. വാണ്ട് ഓഫ് മീൻസ് ഇല്ലാത്തത് കൊണ്ട്, ഫോർ വാണ്ട് ഓഫ് എ ബെറ്റർ ടൈം, അതിലും നല്ല ഒരു പദപ്രയോഗം ഇല്ലാത്തത് കൊണ്ടാണ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നുള്ള RP ഉപയോഗിച്ചത്. Why he used RP? Because he couldn't find a better term to describe the standard English. For want of a better term, and by received pronunciation he meant, ഈ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? റിസീവ്ഡ്, സ്വീകരിക്കപ്പെട്ട പ്രൊനൗൺസിയേഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് by it he meant only widely accepted or widely understood pronunciation. widely understood pronunciation, വ്യാപകമായി മനസ്സിലാക്കപ്പെടുന്ന പ്രൊനൗൺസിയേഷൻ എന്ന് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. By received pronunciation he meant widely understood pronunciation. widely understood pronunciation, വ്യാപകമായി മനസ്സിലാക്കപ്പെടുന്ന പ്രൊനൗൺസിയേഷൻ എന്ന് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. Received pronunciation is accepted as the standard of correctness in England. Received pronunciation or standard English is accepted as the standard of correctness in English.
സ്റ്റാൻഡേർഡ് ഓഫ് കറക്റ്റ്നെസ്, എക്സാക്ട്നെസ്, കറക്റ്റ്നെസ് ഇൻ ഇംഗ്ലീഷ്. ഏറ്റവും ശരിയായ ഇംഗ്ലീഷ് എന്നുള്ളതിൻ്റെ സ്റ്റാൻഡേർഡ് നിലവാരം, ഏറ്റവും ശരിയായ ഇംഗ്ലീഷിൻ്റെ, ഏറ്റവും കറക്റ്റായ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡായി കരുതപ്പെടുന്നത്, ഗണിക്കപ്പെടുന്നത് ഈ റിസീവ്ഡ് പ്രൊണൗൺസിയേഷനാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ്. ഇംഗ്ലണ്ടിൽ ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയണിൽ അല്ലെങ്കിൽ സതേൺ ഇംഗ്ലണ്ടിൽ ഉപയോഗിക്കപ്പെടുന്ന ഈ ലാംഗ്വേജ്, ആളുകൾ സംസാരിക്കുന്ന, വിദ്യാസമ്പന്നരായ ആളുകൾ സംസാരിക്കുന്ന ഈ ലാംഗ്വേജ് അങ്ങനെ കരുതപ്പെടുന്ന, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് കറക്റ്റ്നെസ് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് correctness in English. As this standard form was used in the BBC broadcasting. This standard form, this dialect or this accent is considered as the standard form used in the BBC, British Broadcasting Corporation. It became popular. So this received pronunciation or standard English became popular or came to be known as. This standard English came to be known as. It became popular as. It came to be known as BBC English. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, BBC English. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഓർ RP ഓർ BBC ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ അവർ അംഗീകരിച്ചിട്ടുള്ള ഉച്ചാരണം, അവരംഗീകരിച്ചിട്ടുള്ള ലാംഗ്വേജ് വേരിയൻ്റ് ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഇതിനെ BBC ഇംഗ്ലീഷ് എന്നും പറയാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ BBC ഇംഗ്ലീഷ് നമ്മൾ കേൾക്കണം. വി ഹാവ് ടു ലിസൺ ടു ദി BBC ഇംഗ്ലീഷ്. അപ്പം നമ്മൾ പഠിക്കുന്ന ഈ ലാംഗ്വേജ് അക്വിസിഷനിൽ ആദ്യം അങ്ങോട്ട് അക്ഷരമാലയൊന്നുമല്ല പഠിക്കുന്ന, ലിസണിങ് ആണ്. സോ വി ഷുഡ് ലിസൺ ടു, ആസ് ഐ ഹാവ് ടോൾഡ് യു ഏർലിയർ, വി ഹാവ് ടു ലിസൺ ടു ഗുഡ് ഇംഗ്ലീഷ്, നല്ല ഇംഗ്ലീഷ്. വി ഷുഡ് ലിസൺ ടു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഓർ റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ ഓർ BBC ഇംഗ്ലീഷ്. അത് നമ്മൾ കേൾക്കണം. Now let us think about the English that we use, that we speak. നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. That is what is Indian English. ഇംഗ്ലീഷ് അല്ല, ഇന്ത്യൻ ഇംഗ്ലീഷാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് മീൻസ് ഇംഗ്ലീഷ് യൂസ്ഡ് ബൈ ഇംഗ്ലീഷ് പീപ്പിൾ. The English used by ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ അമേരിക്കക്കാർ ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ളവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ ഇംഗ്ലീഷ് ഈസ് നോട്ട് വെരി മച്ച് ഡിഫറെൻറ്റ് ഫ്രം ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇൻ ഗ്രാമർ ഓർ വൊക്കാബുലറി. ഇന്ത്യൻ ഇംഗ്ലീഷ് ഡസ് നോട്ട് ഡിഫർ ഫ്രം ദി ഇംഗ്ലീഷ് ദാറ്റ് വി സ്പീക്ക് does not differ from the British English in grammar and vocabulary. ഗ്രാമറിൻ്റെ കാര്യത്തിലും പദസമ്പത്ത്, പദങ്ങളുടെ കാര്യത്തിലും, വൊക്കാബുലറി മീൻസ് ലിസ്റ്റ് ഓഫ് വേർഡ്സ്, വൊക്കാബുലറിയുടെ കാര്യത്തിലും ഇംഗ്ലീഷുമായിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷിന് വ്യത്യാസമില്ല. ഒരേ ഒരു വ്യത്യാസം, ദി ഓൺലി ഡിഫറൻസ് ലൈസ് ഇൻ ദി കേസ് ഓഫ് പ്രൊനൗൺസിയേഷൻ. ദി ഇന്ത്യൻ ഇംഗ്ലീഷ് ഡിഫേഴ്സ് ഫ്രം ഇംഗ്ലീഷ് ഓൺലി ഇൻ ദി കേസ് ഓഫ് pronunciation. The greatest difference is in pronunciation. ഉച്ചാരണത്തിലാണ് ഏറ്റവും വലിയ വ്യത്യാസം. നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് മിക്കവാറും സായിപ്പന്മാർക്ക് മനസ്സിലാവത്തില്ല. അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും ഇംഗ്ലീഷ് ഫിലിംസ്, മൂവീസ് കാണുമ്പോൾ ദാറ്റ് ആൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ അതേപോലെ നമ്മളും ഇംഗ്ലീഷുകാരും ഒക്കെ ഗ്രാമർ ഒരേപോലെ കൈകാര്യം ചെയ്യുന്നത്, വാക്കുകളും ഒരേപോലെയാണ്, സ്പെല്ലിങ്ങും ഒക്കെ ഒരേപോലെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ദി ഗ്രേറ്റസ്റ്റ് ഡിഫറൻസ് ഈസ് ഇൻ പ്രൊനൗൺസിയേഷൻ. ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ വ്യത്യാസം. There are a large number of regional varieties of English in India. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ 28 സംസ്ഥാനങ്ങളുണ്ടല്ലോ. അതിൽ പല പ്രദേശങ്ങളിലെയും ഇംഗ്ലീഷ് വ്യത്യസ്തമാണ്, ഒരു റീജിയണൽ വെറൈറ്റിയാണ്. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചാരണം പോലെയല്ല അവിടെ ഉച്ചരിക്കുന്നത്. നമ്മളും തമിഴ്നാട്ടുകാരും ഉപയോഗിക്കുന്ന ഈ രീതിയിലല്ല. വടക്കോട്ട് അവർ ഉച്ചരിക്കും. ആറിന് ഉച്ചാരണമില്ല, അവർ മനഃപൂർവ്വം ഉച്ചരിച്ചാണ് പറയുന്നത്. ഗറൾ, വറൾഡ് എന്നൊക്കെ അവർ പറഞ്ഞു കളയും. അവർ ഉച്ചരിക്കും. അങ്ങനെ ഒരുപാട് വൈജാത്യങ്ങൾ, ജീറോ എന്ന് ഒരുപാട് വൈജാത്യങ്ങളുണ്ട് അവരുടെ ഉച്ചാരണത്തിൽ. So there are a large number of regional varieties of English in India.
ഒരുപാട് പ്രാദേശിക വ്യത്യാസങ്ങൾ ഇംഗ്ലീഷിന് ഇന്ത്യയിൽ ഒരുപാട് പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്. ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് regional varieties of English in India. These regional varieties are greatly influenced by the mother tongue of that particular area. എന്താണ് ഈ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാന കാരണം? ദ ഇൻ്റർഫിയറൻസ് ഓഫ് ദി മദർ ടങ്. മാതൃഭാഷയുടെ ഇടപെടൽ. നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ ഉച്ചരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മാതൃഭാഷയുടെ ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മാതൃഭാഷയുടെ ആ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് ഈ ഉച്ചാരണത്തിൽ ഇത്രയധികം വ്യത്യാസം. ഇന്ത്യയിൽ തന്നെ പല വേരിയൻസ് ഉണ്ടാകാനുള്ള കാരണം അതാണ്, ഈ മാതൃഭാഷയുടെ ഇടപെടലാണ്. സോ ദീസ് റീജിയണൽ വെറൈറ്റീസ് ആർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി മദർ ടങ്, മാതൃഭാഷ, മദർ ടങ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ഒരു പ്രത്യേക ദേശത്തെ മദർ ടങ് അവിടുത്തെ ഇംഗ്ലീഷിനെ സ്വാധീനിക്കുന്നു, അവിടെ സംസാരിക്കപ്പെടുന്ന, അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഇംഗ്ലീഷിനെ സ്വാധീനിക്കുന്നു. In spite of the regional variations, a kind of standard has emerged in Indian English. In spite of these regional variants, ഇങ്ങനെ പ്രാദേശിക ഭാഷാഭേദം ഉണ്ടെങ്കിലും, പ്രാദേശിക ഭാഷാ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, in spite of the regional variations or variants, a kind of standard has emerged, come out in Indian English. ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഒരു സ്റ്റാൻഡേർഡ് കടന്നു വന്നിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് രൂപം പ്രാപിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് അതേതാണ്? സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ, റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്ന പോലെ, BBC ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ്. വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ്? എന്താണത് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ്? ദാറ്റ് ഈസ് ദി ഇംഗ്ലീഷ് യൂസ്ഡ് ബൈ ദി ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് ദൂരദർശൻ. That is the English used by the All India Radio and Doordarshan is considered as the standard Indian English. The English language used by All India Radio and Doordarshan is considered to be standard Indian English. BBC ബ്രിട്ടനിലാണെങ്കിൽ BBC ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അവരുടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായി പരിഗണിക്കുന്നുവെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷായി പരിഗണിക്കുന്നത് ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും, റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ദൂരദർശനിലൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിനെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായി പരിഗണിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കൺസിഡേർഡ് ടു ബി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ്? The English used by the All India Radio and Doordarshan is considered to be the standard Indian English. Standard Indian English. Then let us study the scope of phonetics. What is the importance of phonetics in learning language? What is the important position of phonetics in communication? Phonetics, what is it? The study and classification of speech sounds എന്ന് പറഞ്ഞല്ലോ. Or phonetics deals with the study of production, transmission and reception of speech sounds in human beings. മറന്നു പോകരുത്. Keep it in your memory. Scope of phonetics. Learning English is indispensable and language acquisition is a delicate phenomenon. പുസ്തകത്തിൽ ഫിനോമിന എന്ന് എഴുതിയിരിക്കുന്ന ഫിനോമിനൻ സിംഗുലർ തന്നെ കാണാം. ഫിനോമിനൻ. ലേണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ഇൻ അവർ പ്രസൻറ്റ് സൊസൈറ്റി. ഇൻ അവർ പ്രസൻറ്റ് വേൾഡ് ലേണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ക്വൈറ്റ് ഇൻഡിസ്പെൻസിബിൾ. എത്രയൊക്കെ ആളുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ തള്ളിപ്പറഞ്ഞാൽ ഇന്ന് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇംഗ്ലീഷ് പഠനം, അല്ലേ? യെസ്, ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ഓർ ഇനവിറ്റബിൾ ഇൻ അവർ കറൻറ്റ് സൊസൈറ്റി ഓർ പ്രസൻറ്റ് വേൾഡ്. ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് ലേണിംഗ് എല്ലാം നമ്മൾ ലാംഗ്വേജ് അക്വിസിഷനാണ് വേണ്ടതല്ലേ? അതിനാണല്ലോ നമ്മൾ LSRW ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അക്വിസിഷനാണല്ലോ ഉപയോഗിക്കുന്നത്. ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ ഡെലിക്കേറ്റ്, എ വെരി ഡിഫിക്കൽട്ട് ഫിനോമിനൻ, പ്രതിഭാസം.
വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രതിഭാസമാണ് ലാംഗ്വേജ് അക്വിസിഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബൈഫേസിക് പ്രോസസ് comprising of speaking and writing. Communication has only two elements. Communication ലാകെ രണ്ട് എലിമെൻസേ ഉള്ളൂ. That is why it is called biphasic, having two phases. രണ്ട് ഫേസുകൾ, രണ്ട് തലങ്ങൾ മാത്രമുള്ളത്. അതിനാണ് ബൈഫേസിക് എന്ന് പറയുന്നത്. യൂണി, ബൈ, ട്രൈ, അങ്ങനെ ബൈഫേസിക് പ്രോസസ്. Communication is a biphasic process comprising or consisting of speaking and writing. കമ്മ്യൂണിക്കേഷൻ്റെ രണ്ട് എലിമെൻറ്റ്സ് ഏതാ? ഒന്ന് സ്പീക്കിങ്, മറ്റൊന്ന് റൈറ്റിംഗ് അല്ലേ? ഇത് രണ്ടുമല്ലേ ഉള്ളൂ കമ്മ്യൂണിക്കേഷനിൽ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബൈഫേസിക് പ്രോസസ് കംപ്രൈസിങ് ഓർ കൺസിസ്റ്റിംഗ് ഓഫ് ഓർ ഇൻക്ലൂഡിങ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. അതേസമയം അക്വിസിഷനോ, വൈൽ ലാംഗ്വേജ് അക്വിസിഷൻ is a four-folded task. It is a four-folded task. LSRW. Listening, speaking, reading, and finally writing. LSRW task. While language acquisition, acquiring language, ഒരു ലാംഗ്വേജ് സ്വായത്തമാക്കൽ, അതെന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ? ഈസ് ഓഫ് കോഴ്സ് it is a four-folded task. അത് 4 ഫേസ് ഉള്ള ടാസ്ക്കാണ്, പ്രയത്നമാണ്. And every learner needs to go through the different levels of listening, speaking, reading and writing. And every learner of English language needs to go through the different levels. Every English acquiring person, every English learner needs to go through the different levels of listening, speaking, reading and writing for the proper display of language skill, for the proper exhibition of language skill, for the proper show of language skill. One has to go through these 4 levels. Which 4 levels? Listening, speaking, reading and writing. As there is no one-to-one correspondence between letters and sounds in English. നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 അക്ഷരങ്ങളുണ്ട്. ആ 26 അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളല്ല നമുക്കുള്ളത്. 26 നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 44 ഉച്ചാരണങ്ങളുണ്ട്, 44 സ്പീച്ച് സൗണ്ട്സ് ഉണ്ട്. സ്പീച്ച് സൗണ്ട് എന്നുള്ളതിന് ഫൊണീം എന്ന് പറയും. 44 ഫൊണീംസ് ഉണ്ട്. ഫൊണീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട് ഡിസ്റ്റിങ്വിഷിങ് വൺ വേർഡ് ഫ്രം അനദർ. ഫൊണീം മീൻസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട് ഡിസ്റ്റിങ്വിഷിങ് വൺ വേർഡ് ഫ്രം അനദർ. ഒരു വാക്കിനെ മറ്റൊരു വാക്കിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്ന ഏറ്റവും ചെറിയ ഉച്ചാരണ ശബ്ദത്തിനാണ് ഫൊണീം എന്ന് പറയുന്നത്. ദിസ് എലിമെൻ്റ് പി ഇൻ ടാപ്പ് സെപ്പറേറ്റ്സ് ദാറ്റ് വേർഡ് ഫ്രം ടാബ്, ടാഗ്, ടാൻ എറ്റ്സെട്ര. TAP. അതിൽ പ് എന്ന് പറയുന്ന എലിമെൻ്റ്, ആ പ് എന്ന് പറയുന്ന എലിമെൻ്റാണ് ടാബ്, ടാഗ്, ടാൻ എന്ന വാക്കുകളിൽ നിന്നും TAPയെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ TAP എന്ന് പറയുന്ന വാക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബാക്കി സ്പെല്ലിങ് എല്ലാം TA തന്നെ അല്ലേ? അപ്പോൾ TAP, പിന്നെ അതുപോലെ TAB, TAG, TAN ഈ വാക്കുകളിൽ നിന്നും ടാപ്പിനെ വ്യത്യാസമാക്കുന്നത് പ് എന്ന് പറയുന്ന എലിമെൻ്റാണ്. അതാണ് പ് എന്ന് പറയുന്ന ഒരു ഫൊണീമാണ്, ഒരു കൺസണൻ്റ് ഫൊണീമാണ് പ് എന്ന് പറയുന്നത്. പ് 2 സ്ലാൻഡ്, നമ്മളൊരു ഫൊണറ്റിക്സ് അല്ല ഈ ഫൊണീം എഴുതേണ്ടത് 2 സ്ലാൻഡഡ് ലൈൻസിനിടയിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം 2 സ്ലാഷസിനിടയിൽ, സ്ലാൻഡഡ് ചരിഞ്ഞ 2 വരകൾക്കിടയിലാണ് ഈ നമ്മൾ വാക്ക് ഫൊണറ്റിക്സിലെ വാക്കോ അല്ലെങ്കിൽ ഈ ഫൊണീമോ ഒക്കെ എഴുതേണ്ടത്. റിമെമ്പർ ദാറ്റ്, അത് നമുക്ക് പഠിക്കാതെ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഇറ്റ്?
ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങൾ അല്ല, 44 ശബ്ദങ്ങളുണ്ട്, 44 ഉച്ചാരണ ശബ്ദങ്ങളുണ്ട്, 44 ഫൊണീംസ് ഉണ്ട്. മലയാളത്തിൽ 56 അക്ഷരങ്ങളുണ്ട്, 56 ഉച്ചാരണ ശബ്ദങ്ങളേ ഉള്ളൂ. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫോണറ്റിക് ലാംഗ്വേജാണ്. ഹിന്ദിയും അതുപോലെ ഫോണറ്റിക് ലാംഗ്വേജാണ്. ഓരോ അക്ഷരവും ആ ഉച്ചാരണം തരുന്നു. പൂ ഊ ച, പൂച്ച, പൂച്ച, പൂച്ച നമ്മൾ എഴുതുന്ന പോലെ തന്നെ വായിക്കുന്നത് ഒരു വ്യത്യാസമില്ല. പൂച്ച നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതേസമയം ഇംഗ്ലീഷിലാണെങ്കിൽ CAT എന്നാണ്, സാറ്റ് എന്നല്ല ഉച്ചരിക്കുന്നത്. സിയുടെ അവിടുത്തെ ഉച്ചാരണം ക്ക് എന്നാണ്. ക്ക്, കാറ്റ്, കാറ്റ്. നമ്മൾ കാറ്റ് കാറ്റെന്ന് പറയും. ആ എന്നൊരു ഉച്ചാരണം, ആ എന്നൊരു ഉച്ചാരണമേ ഇല്ല. ആ എന്ന് പറയുന്നൊരു ഫൊണീമേ ഇല്ല. അല്ലെങ്കിൽ എന്നുള്ള ഉച്ചാരണമേ ഉള്ളൂ ഏയ്ക്ക്. അത് മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ ആ മാതൃഭാഷയുടെ ആ ആ ആ എന്നുള്ള വവൽ സൗണ്ട്സിൻ്റെ ആ ഉച്ചാരണം കയറി ഇടപെടുന്നത് കൊണ്ടാണ് നമ്മൾ ആ എന്ന് ഉച്ചരിച്ച് പോകുന്നത്, അറിയാതെ ഉച്ചരിച്ച് പോകുന്നത്. അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ സംസാരിക്കണം. അപ്പോൾ എനിക്ക് പോലും ഉച്ചാരണത്തിൽ അങ്ങനെയുള്ള തെറ്റ് വരും. കാരണം നമ്മൾ വീട്ടിലും നാട്ടിലും ഒന്നും ഇംഗ്ലീഷ് അല്ലല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് നിരന്തരമായി കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഒരു ബാരിയർ, മദർ ടങ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ബാരിയർ ഓവർകം ചെയ്യാൻ, മറികടക്കാൻ സാധിക്കും. നിരന്തരമായി കൈകാര്യം ചെയ്യണം. നിങ്ങളൊക്കെ ഭാവിയിൽ നല്ല കമ്പനികളിലോ ഇപ്പോൾ ജോലിയൊക്കെ നേടി ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദി മദർ ടങ് ബാരിയർ വിൽ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. അതങ്ങ് മറഞ്ഞു പോകും, അതില്ലാതായി മാറും. സോ അപ്പോൾ എന്താണ്, there is no one-to-one correspondence between letters and sounds in English. ഇംഗ്ലീഷിലെ അക്ഷരമാലയിലെ ഒരക്ഷരത്തിൻ്റെ ഉച്ചാരണം, അത് ആ ഉച്ചാരണം വാക്കിലെ അക്ഷരത്തിൻ്റെ ഉച്ചാരണമായി വരുന്നില്ല. അതാണ് there is no one-to-one correspondence, there is no one-to-one similarity between letters and sounds in English. So it is called unphonetic language. CAT എന്ന് എഴുതിയ ക്യാറ്റ് എന്ന് ഉച്ചരിക്കുന്നു, KNIF എന്ന് എഴുതിയ നമ്മൾ നൈഫ് എന്നാണ് ഉച്ചരിക്കുന്നത്, അല്ലേ? KNOWLED ചെയ്യുന്ന നോളജ് എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് പോലെയല്ല ഉച്ചരിക്കുന്നത്. എഴുതുന്നത് പോലെയല്ല, ആ അക്ഷരങ്ങളുടെ ഉച്ചാരണമല്ല വാക്കിനുള്ളത്, അക്ഷരങ്ങളുടെ ഉച്ചാരണമല്ല വാക്കിനുള്ളത്. ദാറ്റ് ഈസ് വൈ ഇംഗ്ലീഷ് ഈസ് കോൾഡ് അൺഫോണറ്റിക് ലാംഗ്വേജ്. Why is English called unphonetic language? Because there is no one-to-one correspondence between letters and sounds. Letters and sounds in English. That is why English is called unphonetic language. There is no one-to-one correspondence between sounds and letters in English language. That is why English is called unphonetic language. അതുകൊണ്ട് ഇംഗ്ലീഷിനെ നമ്മൾ അൺഫോണറ്റിക് ലാംഗ്വേജ്, നമ്മുടെ മലയാളം, നമ്മുടെ രാഷ്ട്രഭാഷ ഇന്ത്യയൊക്കെ ഫോണറ്റിക് ലാംഗ്വേജാണ്. എഴുതുന്നത് പോലെയാണ് ഉച്ചരിക്കുന്നത്. ഇംഗ്ലീഷ് എന്നാൽ എഴുതുന്ന പോലെ പലപ്പോഴും ഉച്ചരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അൺഫോണറ്റിക്കാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് 44 സൗണ്ട്സ്, 44 സ്പീച്ച് സൗണ്ട്സ്. ആ സ്പീച്ച് സൗണ്ടിൻ്റെ വേറൊരു പേരെന്താണ്? ദി യൂണിറ്റ് ഓഫ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ, phoneme. Phoneme. Smallest unit of speech sound is called a phoneme. English has 44 phonemes or speech sounds. ഇംഗ്ലീഷിൽ 44 സ്പീച്ച് സൗണ്ട്സ് ഉണ്ട്, 20 വവൽ സൗണ്ട്സ്, 20 വവൽ ഫോണീംസ്, 20 വവൽ ശബ്ദങ്ങൾ, സ്വരശബ്ദങ്ങൾ 20. ബാക്കി 24 അല്ലേ, 24 കൺസണൻ്റ് സൗണ്ട്സ്. ഈ 20 വവൽ സൗണ്ട്സിൽ 12 പ്യുവർ വവൽസും ബാക്കിയുള്ള 8 മിക്സ്ചർ ഓഫ് വവൽസ് ആണ്, അല്ലെങ്കിൽ വവൽ ഗ്ലൈഡ്സ്, അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് വവൽസ്, വവൽസിൻ്റെ സമ്മിശ്ര രൂപം. അതിന് ഇംഗ്ലീഷിൽ ഡിഫ്തോങ്സ് എന്നാണ് പറയുന്നത്. ഡിഫ്തോങ്സ്, 8 ഡിഫ്തോങ്സും 12 പ്യുവർ വവൽസും. അതിൽ തന്നെ ഷോർട്ട് വവൽസ്, ലോങ് വവൽസ് എന്ന് പറയുന്ന വ്യത്യാസങ്ങളുണ്ട്. ഷോർട്ട് വവൽസും ലോങ് വവൽസും, 5 ലോങ് വവൽസും 7 ഷോർട്ട് വവൽസും ഉണ്ട്. അങ്ങനെയാണ് ഈ 44 ഫൊണീംസ് വരുന്നത്. 44 ഫൊണീംസ്, 44 സൗണ്ട്സ്. ആൻഡ് സീ ഇൻ ഇംഗ്ലീഷ് ആസ്
English language consists of 44 phonemes or speech sounds, but there are 26 letters in the alphabet. Alphabetiൽ 26 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. So these letters do not correspond to the sounds. These 26 letters do not correspond to. They are not similar to the sounds. ആ സൗണ്ട് സ്പീച്ച് സൗണ്ട്സും ലെറ്റേഴ്സും തമ്മിൽ സാദൃശ്യങ്ങളൊന്നുമില്ല. So this has complicated the pronunciation. So this is the reason why English pronunciation appears very difficult to us. This is the very reason English pronunciation appears very difficult or very delicate to us. നമുക്ക് വളരെ പ്രയാസമായി തോന്നാനുള്ള കാര്യം ഇതാണ്. 26 അക്ഷരങ്ങൾ, അത് അൺഫോണറ്റിക് ആണ്. 44 സ്പീച്ച് സൗണ്ട്സ് അല്ലെങ്കിൽ മദർ ടങ് ബാരിയർ. മദർ ടങ് ബിക്കംസ് എ ബാരിയർ ഓർ ബ്ലോക്ക്. നമ്മുടെ മാതൃഭാഷ ഒരു തടസ്സമായി തീരുന്നു. ആർക്ക്? ഫോർ എ നോൺ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ്. നോൺ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് മീൻസ് ഇംഗ്ലീഷ് സ്പീക്കർ ഹൂസ് മദർ ടങ് ഈസ് നോട്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സ്പീക്കർ ഹൂസ് മദർ ടങ് ഈസ് നോട്ട് ഇംഗ്ലീഷ്. മാതൃഭാഷ ഇംഗ്ലീഷ് അല്ലാത്ത, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ, അതാണ് നോൺ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളെ പോലുള്ള ആളുകൾ. അപ്പോൾ മദർ ടങ് ഇൻ്റർഫിയറൻസ് ഈസ് എ ബാരിയർ. ഇറ്റ് ആക്ട്സ് ആസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് or it prevents, it acts as a barrier for non-native speaker while language acquisition. ലാംഗ്വേജ് പഠന സമയത്ത്, ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെപ്പോലെ ഇംഗ്ലീഷ് ഭാഷ മാതൃഭാഷ അല്ലാത്ത ആളുകൾക്ക് ഇംഗ്ലീഷ് പഠനത്തിൽ വളരെ തടസ്സം സൃഷ്ടിക്കുന്നു മാതൃഭാഷ. You might have noticed that the English spoken by a Malayali is different from that of a Tamilian or Marathi. നമ്മൾ തന്നെ കണ്ടു കാണുമല്ലോ, നമുക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. You might have noticed, yes, we might have noticed. You might have noticed that the English spoken by a Malayali will be different from that of a Tamilian or a Marathi. മലയാളി സംസാരിക്കുന്ന ഇംഗ്ലീഷ് തമിഴ്നാട്ടിലെ തമിഴിയൻ സംസാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ മറാത്തി സംസാരിക്കുന്നത് പോലെയല്ല. മലയാളി who is accustomed to the phonetic nature of Malayalam with its 56 letters and 56 sounds will be totally confused by the unphonetic nature of English. മലയാളിയുടെ ഒരു വൈഷമ്യം എന്താണ്? ഇംഗ്ലീഷ് അക്വയറിങ്ങിൽ മലയാളിയുടെ ഒരു പ്രയാസം എന്താ? മലയാളി who is accustomed, who is familiar with. നമുക്ക് പരിചയം എന്താണ്? നമുക്ക് നമ്മുടെ മാതൃഭാഷയാണ് ഏറ്റവും പരിചയമുള്ളത്. മാതൃഭാഷയുടെ പ്രത്യേകത, we are accustomed to the phonetic nature of Malayalam with its 56 letters and 56 sounds. നമ്മുടെ അക്ഷരമാലയിൽ 56 അക്ഷരങ്ങളുമുണ്ട്. ആ അക്ഷരങ്ങൾ ഓരോന്നും ഉച്ചാരണ ശബ്ദങ്ങളുമാണ്, സൗണ്ട് കൂടിയാണ്. 56 ഉച്ചാരണ ശബ്ദങ്ങളും 56 അക്ഷരങ്ങളും അതിൽ ഓരോന്നും ഉച്ചാരണ ശബ്ദവുമാണ്. അതുകൊണ്ട് we will be totally confused. We will be in a state of utter confusion because of the unphonetic nature of English. ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളും 44 ഉച്ചാരണ ശബ്ദങ്ങളും. ആ അൺഫോണറ്റിക് നേച്ചർ കാണുമ്പോഴേ നമ്മൾ പ്രയാസപ്പെടും. apparently or clearly, a non-native speaker of English is least familiar to the 44 speech sounds, 44 phonemes in English, which is pivotal in the proper pronunciation one makes. നമ്മളെപ്പോലെ ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാത്ത ആളുകൾ 26 അക്ഷരങ്ങളും പഠിച്ചുകൊണ്ട് നടക്കുക സംസാരിക്കാനായിട്ട്. നിങ്ങൾ തന്നെ ഇപ്പോഴായിരിക്കും 44 ശബ്ദങ്ങൾ, ഉച്ചാരണ ശബ്ദങ്ങൾ ഇംഗ്ലീഷിലുണ്ട്, 44 ഫൊണീംസ് ഉണ്ട്, 44 സ്പീച്ച് സൗണ്ട്സ് ഉണ്ടെന്ന് ഇപ്പം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, അല്ലേ? ആണ്. പിന്നെ നമ്മൾ എങ്ങനെ സംസാരിക്കുന്ന ഈ 44 ഉച്ചാരണ ശബ്ദം പഠിക്കാതെ 26 അക്ഷരവും പഠിച്ച് എന്ന് പറഞ്ഞ് എന്ന് കണ്ട നമുക്കൊരു നമ്മുടെ മാതൃഭാഷയിൽ ആയുടെ ഉച്ചാരണം അങ്ങനെയല്ല. എ
ബാഗ് നമ്മൾ ബാഗ് മുതലാളി ആ ബാഗിന് എന്താ വില? ബാഗ് നമ്മൾ പറയുന്നത് ബാഗ് കേറ്റ് ബേറ്റ് അവരങ്ങനെ വെച്ചിരിക്കത്തുള്ളൂ. നമ്മുടെ ഉച്ചാരണത്തിൽ നമുക്ക് ആയേ ഉള്ളൂ, നമ്മുടെ അക്ഷരമാരെ ആയേ ഉള്ളൂ. എക്ക് തുല്യം, ഇംഗ്ലീഷിൽ എക്ക് തുല്യമായ ആയേ ഉള്ളൂ. ആ എടുക്കുന്ന ഉച്ചാരണത്തിന്. അതാണ് ഈ പിശക്. ഇംഗ്ലീഷുകാർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ല. ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഉച്ചാരണം കേൾക്കുമ്പോൾ ഒട്ടും മനസ്സിലാവത്തില്ല. അതാ അതിൻ്റെ കാര്യം. സോ apparently or very clearly, a non-native speaker of English means English speaker whose mother tongue is not English. നമ്മളെപ്പോലുള്ള ആളുകൾ. എ നോൺ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ഈസ് ലീസ്റ്റ് ഫെമിലിയർ, ഈസ് നോട്ട് അറ്റ് ആൾ ഫെമിലിയർ, ഈസ് നോട്ട് അറ്റ് ആൾ അക്കസ്റ്റംഡ് ടു the 44 speech sounds in English, which is pivotal, which is very important, which is pivotal in the proper pronunciation one makes. It is highly pivotal in the proper pronunciation one makes. ഉച്ചാരണത്തിന് സുപ്രധാനമായ പങ്കുള്ളതാണ് ഏതാ ഈ 44 ഉച്ചാരണ ശബ്ദങ്ങൾ. അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാത്ത സ്പീക്കേഴ്സിന് ഒന്നും അറിയത്തില്ല. നമ്മളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ല. അതാ ഈ ബുദ്ധിമുട്ട്. വെരി ക്ലിയർലി ഓർ അപ്പാരൻ്റ്ലി വെരി ക്ലിയർലി എ നോൺ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് ഈസ് ലീസ്റ്റ് ഫെമിലിയർ ടു ദി 44 സ്പീച്ച് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് which is pivotal in the proper pronunciation one makes. So their language will be highly conditioned by the mother tongue. As far as the non-native speakers of English are concerned, നമ്മളെപ്പോലുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, മാതൃഭാഷ ഇംഗ്ലീഷ് അല്ലാത്ത ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, they are highly conditioned by their mother tongue. മാതൃഭാഷ നമ്മളെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. വി ആർ ടോട്ടലി കണ്ടീഷൻഡ് ഓർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ മദർ ടങ്. മാതൃഭാഷ നമ്മളെ വളരെയധികം കണ്ടീഷൻ ചെയ്തിരിക്കുന്നു, സ്വാധീനിച്ചിരിക്കുന്നു. their language will be highly conditioned by the mother tongue. They try to appropriate, these non-native speakers of English try to appropriate certain sounds in English with they find parallel or similar in their mother tongue. എന്താ നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നത്? they try to appropriate, match certain sounds in English with those they find parallel or similar in their mother tongue. ഇംഗ്ലീഷ് ഭാഷയിലെ പല വാക്കുകളിലെയും ഉച്ചാരണത്തെ നമ്മുടെ മാതൃഭാഷയിൽ സമാനമെന്ന് കരുതുന്ന ഉച്ചാരണ ശബ്ദത്തോട് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ, സാമ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലെ പല വാക്കുകളുടെയും ഉച്ചാരണത്തെ മാതൃഭാഷയിലെ ഉച്ചാരണവുമായി സാമ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അവിടെ വരുമ്പോഴാണ് വികലമായ ഉച്ചാരണം സംജാതമാകുന്നത്. There comes the distorted pronunciation. There comes the vulgar or ugly pronunciation. അവിടെയാണ് മോശമായ പ്രൊണൗൺസിയേഷൻ സംഭവിക്കുന്നത്. What do the non-native speakers of English do? They try to appropriate certain sounds in English with those they find parallel or similar in their mother tongue. The result will be a variety of Englishes. So in a country there will be various kinds of Englishes, various types of English emerges in the country. പല രീതിയിലുള്ള ഇംഗ്ലീഷുകൾ ചെയ്യുന്നു. നമ്മൾ മലയാളികൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ്, അതിനെന്താ നമ്മൾ കളിയാക്കി വിളിക്കുന്ന മംഗ്ലീഷ്. പിന്നെ തമിഴന്മാർ വേറെ രീതിയിൽ സംസാരിക്കും. തമിഴന്മാരുടെ ഇംഗ്ലീഷ് തംഗ്ലീഷ് എന്ന് നമുക്ക് കളിയാക്കി വിളിക്കാം. അതുപോലെ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ ഇംഗ്ലീഷ് ഹിംഗ്ലീഷ് എന്ന് വിളിക്കാം. ആൻഡ് സോ ഓൺ. അങ്ങനെ പലതരം വേരിയൻസ് ഇവിടെ വരുന്നു. മംഗ്ലീഷ്, തംഗ്ലീഷ്, ഹിംഗ്ലീഷ്, ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ ഇംഗ്ലീഷ്, അങ്ങനെ പലതരം ഇംഗ്ലീഷുകൾ സംജാതമാകുന്നു. ദ വേർഡ്
ബാഗ്, ബാഗ്, ബാഗല്ല, ബാഗ്. ബാഗ് വിൽ ബി പ്രൊനൗൺസ്ഡ് ആസ് ബാഗ്, ബാഗ്. നമ്മളെങ്ങനെ ഉച്ചരിക്കുന്ന ബാഗ് ബൈ ആൻ ആവറേജ് മലയാളിയും. ഐ നെവർ ബാഗ്, ബാഗ് എന്ന് ഉച്ചരിക്കത്തില്ല, ബാഗ്. ആ ബാഗിൻ്റെ വില എന്താ, ആ പാൻറ്റിൻ്റെ വില എന്താ എന്ന് നമ്മൾ ചോദിക്കുന്നത്. ബാ, ടാ, അങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്നത്. കാരണം നമുക്ക് ഏടെ ഉച്ചാരണമായിട്ട് അത് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. സോ ദി വേർഡ് ബാഗ്, the word bag will be pronounced as bag by an average Malayali. I never bag. ബേ ആയും എയും കൂടി ചേർന്ന് ബാഗ് എന്നുള്ള ഉച്ചാരണം വേണ്ടുന്നത്. ദി കറസ്പോണ്ടിങ് സൗണ്ട് ഫോർ ദി ലെറ്റർ എ ഇൻ മലയാളം ഈസ് ദ സിമിലർ സൗണ്ട് ഫോർ എ ഇംഗ്ലീഷ് എ ഇൻ മലയാളം ഈസ്. ഇംഗ്ലീഷ് വവൽ ലെറ്ററായ എയുടെ തുല്യമായ മലയാളം ലെറ്ററായിട്ട് നമ്മൾ കരുതുന്നത് മലയാളത്തിലെ സ്വരാക്ഷരമായ ആയെ കരുതുന്നു. അതുകൊണ്ട് ആ എന്നുള്ള ഉച്ചാരണം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. എ എന്നുള്ള ഉച്ചാരണം വരുന്നില്ല ഇംഗ്ലീഷിൽ. എന്നല്ലാതെ ആ എന്നൊരു ഉച്ചാരണമേ ഇല്ല. ആ എന്നൊരിക്കലും പറയുന്നില്ല. സോ ദിസ് ഡിസ്പാരിറ്റി, dissimilarity or disparity between sound and written letters. So the disparity between the sound and written letters need to be properly learned at this juncture, at this stage. ഈ ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? ഈ സൗണ്ടും ഈ 26 അക്ഷരങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഇംഗ്ലീഷിലെ ഈ സൗണ്ടും അല്ലെങ്കിൽ ഫൊണീം, സ്പീച്ച് സൗണ്ടും ലെറ്ററും തമ്മിലുള്ള അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കി ശരിയായ രീതിയിൽ സംസാരിക്കാൻ പറ്റും. ദ ഡിസ്പാരിറ്റി, ദ ഡിസിമിലാരിറ്റി, സാദൃശ്യമില്ലായ്മ. ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ, പാരിറ്റി സിമിലാരിറ്റി, ഡിസ്പാരിറ്റി സാദൃശ്യമില്ലായ്മ. ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദി സൗണ്ട് ആൻഡ് റിട്ടൺ ലെറ്റേഴ്സ് നീഡ് ടു ബി പ്രോപ്പർലി ലേൺഡ് അറ്റ് ദിസ് ജങ്ചർ. ഇംഗ്ലീഷ് ഹാസ് മോർ സൗണ്ട്സ് ദാൻ ദി ലെറ്റേഴ്സ്. നമ്മൾ പഠിച്ചാണല്ലോ 26 അക്ഷരങ്ങളുണ്ടെങ്കിൽ 44 സൗണ്ട്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. English has more sounds, English has more speech sounds, English has more phonemes than the letters. And this unphonemic phenomenon, unphonetic phenomenon or unphonemic phenomenon counts for the disparity or a discrepancy. It is the reason for. What is the reason? There are 44 sounds and only 26 letters. And this unphonemic or unphonetic phenomenon counts for the discrepancy in pronunciation. ഈ ഉച്ചാരണത്തിലെ വ്യത്യാസത്തിൻ്റെ കാരണം അതാണ്. ഉച്ചാരണത്തിലെ വൈകൃതത്തിൻ്റെ കാരണം ഇതാണ്. ഉച്ചാരണത്തിലെ ഡിസ്ക്രിപ്പൻസിയുടെ കാരണം, ഉച്ചാരണത്തിലെ ഈ അനൗചിത്യത്തിൻ്റെ കാരണം, ഉച്ചാരണത്തിലെ പൊരുത്തക്കേടിൻ്റെ കാരണം ഇതാണ്. അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ഉച്ചാരണ ശബ്ദങ്ങൾ ഇംഗ്ലീഷിലുണ്ടെന്നാണ്. സോ ദിസ് സിറ്റുവേഷൻ ക്യാൻ ബി റെക്ടിഫൈഡ് ടു എ ലാർജ് സ്കെയിൽ, ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ദിസ് സിറ്റുവേഷൻ, this complicated situation can be rectified to a large extent if the learner has a brief knowledge of the sound systems of the English language. So this anomaly or discrepancy, this anomaly in pronunciation or discrepancy in pronunciation can be rectified to a large extent if the learner has a brief knowledge in the sound systems in English language. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഫൊണീംസിനെ കുറിച്ച്, സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ചൊരു ചെറിയ വിജ്ഞാനം, വലിയ വിജ്ഞാനമൊന്നും വേണ്ട. എങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, നാക്ക് എവിടെല്ലാം തട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, അങ്ങനെ ഒരു ശാസ്ത്രീയമായ പഠനം ഇല്ലെങ്കിൽ പോലും ഒരു പ്രായോഗികമായ പഠനം, ഉച്ചാരണ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രായോഗികമായ പഠനത്തിലൂടെ ഈ ഒരു അനോമലി, ഈ ഒരു ഡിസ്ക്രിപ്പൻസിയെ നമുക്ക് പരിഹരിക്കാം. സോ what is the way in avoiding this discrepancy in pronunciation? See,
this situation of anomaly or discrepancy in pronunciation, this situation can be rectified to a large extent if the learner has a brief knowledge in the sound systems of English language. So this would certainly the non-native speakers in using English language effectively, or